ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ നല്ലതാണല്ലോ. അങ്ങനെ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഇതാ ചെയ്യാറ്, എൻ്റെ ഹെയർ ഒന്ന് ഷോർട്ട് ആക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നീണ്ടു പോയിട്ട് എന്ത് കാര്യം എന്ന് കരുതിയിട്ട് ഞാൻ വെട്ടാമെന്ന് കരുതിയിട്ടോ. അതിൻ്റെ ഒരു വിമിഷ്ടം എൻ്റെ മുഖത്തുണ്ട്. എന്നേക്കാളും വിമിഷ്ടമായിരുന്നു എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ ഫ്രണ്ട്സിനും. തിക്നെസ് ഇല്ലാണ്ട് കോല് പോലുള്ള എന്നെ പോലുള്ള മുടിയുള്ളവർക്ക് അറിയായിരിക്കും അത് കൊണ്ടു നടക്കാനുള്ളൊരു പാട്. ഓപ്പൺ ആക്കി ഇടാനും വയ്യ, എന്നൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാനും വയ്യാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ. അങ്ങനെ നേരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റുള്ള അഴക് മേക്ക് ഓവർ സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ. ഇങ്ങോട്ട് ഞാൻ മൂന്നാമത്തെ തവണയാണ് കേട്ടോ വരുന്നത്. ഇത് അവരുടെ പുതിയ ബ്രാഞ്ചാണ്. അങ്ങനെ ഇതാ ഞാൻ ഹെയർ വാഷും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് എനിക്കിതാ ക്രഷ് അടിച്ചൊരാളാണ് കേട്ടോ. അടിപൊളിയായിരുന്ന ആള്, നമ്മുടെ ഇത് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളൂ കേട്ടോ. ബ്ലോ ഡ്രൈ ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. കാര്യമായിട്ട് ഹെയർ കട്ട് ചെയ്യുന്നതും എന്നെ ആ ലുക്കിലൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഹെയർ ഒക്കെ വെച്ചിട്ട് അവരും നമുക്ക് സജസ്റ്റ് ചെയ്യും കേട്ടോ, ഏത് ഹെയർ കട്ട് ചെയ്യാം, ഏതായിരിക്കും ബെറ്റർ എന്നൊക്കെ. ഞാൻ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഹെയർ കട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായിരിക്കും എനിക്ക് ഒന്നുകൂടി ബെറ്റർ എന്ന് തോന്നി. കാരണം ഒന്ന് വോളിമൈസിങ് ആയിട്ടുള്ളതെന്ന് തോന്നാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ അധികം പോണിറ്റയിലാണ് കിട്ടുക, അപ്പോൾ അതായിരിക്കും ഒന്നുകൂടെ ഭംഗിയെന്ന് തോന്നി. ഇതാണ് എൻ്റെ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഉള്ള ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് ഞാൻ കണ്ണാടിന് മുന്നിൽ തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചിട്ട് എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇറങ്ങിയതിന് ശേഷം എൻ്റെ കോലതെ ഇതായിരുന്നു കേട്ടോ. ബാക്ക് ടു നോർമലായി. എൻ്റെ ഹെയറിൽ അധികം ഹീറ്റ് ഒന്നും നിൽക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നോർമൽ. പിന്നെ ചെറിയൊരു വിശപ്പിന്റെ വിളിയൊക്കെ വന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മന്തി അൽഫാമും ഓർഡർ ചെയ്തു കേട്ടോ. നോമ്പിന്റെ ടൈം ആയിരുന്നു അന്ന്, അത് കാരണം നല്ല ഹോട്ടൽസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്തൊക്കെയായാലും ചിക്കൻ അല്ലേ, കഴിച്ചല്ലേ പറ്റൂന്ന് കരുതി ഞാൻ ഇരുന്ന് കഴിച്ചു. അപ്പം ഇന്നത്രയൊക്കെ ഉള്ളൂ. ബൈ.